ആദ്യത്തെ ചോദ്യം, 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വനിത ആരാണ്? 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതമായ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സൗമ്യ സ്വാമിനാഥൻ. രണ്ടാമത്തെ ചോദ്യം, ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ, 5+3+3+4. മൂന്നാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്താണ്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, ചെങ്കോട്ട. നാലാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സ് വേദി എവിടെയായിരുന്നു? 2024 ഒളിമ്പിക്സ് വേദി. ഉത്തരം ഓപ്ഷൻ ബി, പാരീസ്. അഞ്ചാമത്തെ ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ, മൃതസഞ്ജീവനി. ആറാമത്തെ ചോദ്യം, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി, ഫെബ്രുവരി 21. ഏഴാമത്തെ ചോദ്യം, ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ഉത്തരം ജസ്റ്റിസ് എൻ അനിൽകുമാർ. എട്ടാമത്തെ ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇംഗ്ലണ്ട്. 2023 ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് ഇന്ത്യയിലാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ. ഒൻപതാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തര അറ്റ്ലാന്റിക് സംഖ്യാ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. അത് ശരിയാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അതും ശരിയാണ്. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, 1, 2, 3 ശരിയാണ്. പത്താമത്തെ ചോദ്യം, 2022 രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? 2022 രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രധാനമന്ത്രി ആവാസ് യോജന. 11ാമത്തെ ചോദ്യം, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, സിവാലിക്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വിഴിഞ്ഞം. 13ാമത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, പശ്ചിമ ബംഗാൾ. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, നാഗ്പൂർ. 15ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കാവേരി. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ കാഥർ എന്ന് അറിയപ്പെടുന്നു. അത് ശരിയാണ്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. അത് തെറ്റാണ്.
ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കൂടുതലാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. അതും തെറ്റാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കൂടുതലാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, മുംബൈ. 18ാമത്തെ ചോദ്യം, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു? 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ദിരാഗാന്ധി കനാൽ. 20ാമത്തെ ചോദ്യം, പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഗുജറാത്ത്. 21ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആന. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 42ാം ഭേദഗതി. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 25ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 2005. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഭാഗം 3. 27ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ സി, 24. 28ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ, പിംഗലി വെങ്കയ്യ. 30ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സ്വത്തവകാശം. 31ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ഓപ്ഷൻ എ, ക്വിറ്റ് ഇന്ത്യ സമരം. 32ാമത്തെ ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഉത്തരം ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. 33ാമത്തെ ചോദ്യം, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1930 ഏപ്രിൽ 6. 34ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. 35ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അരുണ അസഫ് അലി. 36ാമത്തെ ചോദ്യം, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്?
ഉത്തരം ഓപ്ഷൻ എ റാണി ഗൈഡിലിയു. 37ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി BR അംബേദ്കർ. 38ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻവാല ബാഗ് പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻവാല ബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഉത്തരം ഓപ്ഷൻ ബി റൗലറ്റ് നിയമം. 39ാമത് ചോദ്യം, വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുടെ കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 40ാമത് ചോദ്യം, ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളി ആരായിരുന്നു? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. 41ാമത്തെ ചോദ്യം, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. 42ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പാലക്കാട്. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ. 44ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി പാമ്പാർ. കേരളത്തിലെ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. 46ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. 47ാമത് ചോദ്യം, പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ എ തീരപ്രദേശം. 48ാമത് ചോദ്യം, കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി അട്ടപ്പാടി. 49ാമത് ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ. 50ാമത് ചോദ്യം, ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം ഓപ്ഷൻ എ OM നമ്പ്യാർ. 51ാമത് ചോദ്യം, ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 52ാമത് ചോദ്യം, കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. 53ാമത് ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 54ാമത് ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 55ാമത് ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരുദേവൻ.
56-ാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. 57-ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ. 58-ാമത്തെ ചോദ്യം വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. 59-ാമത്തെ ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്. 60-ാമത്തെ ചോദ്യം വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. 61-ാമത്തെ ചോദ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇൻസുലിൻ. 62-ാമത്തെ ചോദ്യം സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒ ഗ്രൂപ്പ്. ഒ നെഗറ്റീവാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. 63-ാമത് ചോദ്യം വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ ടൈഫോയിഡ്. 64-ാമത് ചോദ്യം മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ സി 24. 65-ാമത്തെ ചോദ്യം ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജീവകം ഡി. 66-ാമത്തെ ചോദ്യം കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്ര? ഉത്തരം 6.5 to 8.5 എന്നാണ് വേണ്ടത്. 67-ാമത്തെ ചോദ്യം വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകൾ. 68-ാമത്തെ ചോദ്യം ഭൂഖണ്ഡത്തിന് ഉദാഹരണം ഏതാണ്? ഭൂഖണ്ഡത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ്. 69-ാമത് ചോദ്യം പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഹരിത. അത് വഴുതനങ്ങയുടെ വിത്തിനമാണ്. 70-ാമത് ചോദ്യം ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഉത്തരം ഓപ്ഷൻ ബി ചാവക്കാട് ഓറഞ്ച് ക്രോസ് വെസ്റ്റ് കോസ്റ്റ് ടോൾ. 71-ാമത് ചോദ്യം താഴെത്തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? താഴെത്തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആയിട്ടുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. 72-ാമത് ചോദ്യം ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ എ അലുമിനിയം. ബോക്സൈറ്റും ക്രയോലൈറ്റും അലുമിനിയത്തിൻ്റെ പ്രധാന അയിരുകൾ. 73-ാമത് ചോദ്യം മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്?
ഉത്തരം ഓപ്ഷൻ സി ഹെൻറി മോസ്ലി. 74-ാമത് ചോദ്യം. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം H2O. ഉത്തരം ഓപ്ഷൻ സി ആണ് 3. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. 75-ാമത് ചോദ്യം. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി NaHCO3. 76-ാമത് ചോദ്യം. ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം ഏതാണ്? ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി mL/2 T⁻². 77-ാമത് ചോദ്യം. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 78-ാമത് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ജലം. 79-ാമത് ചോദ്യം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷ് ആണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ എ ഗുരുത്വബലം. 80-ാമത് ചോദ്യം. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. ആദ്യത്തെ ചോദ്യം. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരിച്ചറിയുക. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരിച്ചറിയുക. തന്നിരിക്കുന്നത് ചെമ്പൻ പോക്കർ, പാലിയത്തച്ഛൻ, കൈത്തേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ. രണ്ടാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായ സമീപനങ്ങൾ ഏതെല്ലാം? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായ സമീപനങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക. അതാണ് തെറ്റായിട്ടുള്ളത്, ഇടപെടാതിരിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ചോദ്യം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, അത് ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അത് തെറ്റാണ്. കോണ്ടിനെന്റൽ കോൺഗ്രസ്, അത് ശരിയാണ്. പാരീസ് ഉടമ്പടി, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നാലാമത്തെ ചോദ്യം. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് ബാങ്കന്മാർ, പ്രഭുക്കന്മാർ, എഴുത്തുകാർ, അഭിഭാഷകർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബാങ്കർമാർ, എഴുത്തുകാർ, അഭിഭാഷകർ എന്നിവ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവരാണ്. പ്രഭുക്കന്മാർ വരുന്നത് രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ്. അഞ്ചാമത്തെ ചോദ്യം. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് കലാപസ്ഥലങ്ങളും നേതാക്കന്മാരും. 1 ഝാൻസി റാണി ലക്ഷ്മിബായി, അത് ശരിയാണ്. ലക്നൗ ബീഗം ഹസ്രത് മഹൽ, അതും ശരിയാണ്. കാൺപൂർ നാനാ സാഹിബ്, അതും ശരിയാണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യം. പ്രശസ്തരുടെ സമാധിസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രശസ്തരുടെ സമാധിസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് രാജ്ഘട്ട്. രാജ്ഘട്ട് മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലമാണ്. ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലമാണ്. വീർഭൂമി രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമാണ്. ശാന്തിനികേതനാണ് പ്രശസ്തരുടെ സമാധിസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത്.
ഏഴാമത്തെ ചോദ്യം, 0 ഡിഗ്രി രേഖാംശരേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 0 ഡിഗ്രി രേഖാംശരേഖയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നു, അത് തെറ്റാണ്. ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നത് 0 ഡിഗ്രി അക്ഷാംശരേഖയാണ്. ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നറിയപ്പെടുന്നു, അതും തെറ്റാണ്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് പറയുന്നത് 180 ഡിഗ്രി രേഖാംശ രേഖയാണ്. പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു, അതും ശരിയാണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. എട്ടാമത്തെ ചോദ്യം, ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ്? ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിനാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആഗ്നേയ ശിലകൾ. ഒൻപതാമത്തെ ചോദ്യം, കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. 1 മർദ്ദച്ചരിവ്, മാനബലം, അത് ശരിയാണ്. കൊഹിഷൻ ബലം, ഘർഷണ ബലം, കൊറിയോലിസ് ബലം, അതും ഉൾപ്പെടുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. കൊഹിഷൻ ബലം ഉൾപ്പെടുന്നില്ല. 10ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, ബാരൻ ദ്വീപ്. 11ാമത്തെ ചോദ്യം, പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും ആഴം കൂടിയ സമുദ്രം, അത് ശരിയാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നു, അത് തെറ്റാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഭൗമോപരിതലത്തിന്റെ 1/6 ഭാഗം വിസ്തൃതിയുണ്ട്, അത് തെറ്റാണ്. അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു, അതും ശരിയാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. 12ാമത്തെ ചോദ്യം, കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് പത്കായിബും ജയന്തിയ കുന്നുകൾ, പശ്ചിമഘട്ടം, പൂർവഘട്ടം. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ പത്കായിബും ജയന്തി കുന്നുകളുമാണ്. ഉത്തരം ഓപ്ഷൻ ബി. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. 14ാമത്തെ ചോദ്യം, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, 5. 15ാമത്തെ ചോദ്യം, വികസനത്തിന്റെ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി ആരാണ്? വികസനത്തിന്റെ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ മൻമോഹൻ സിംഗ്. 16ാമത് ചോദ്യം, ഇന്ത്യയിലെ ധാതുവിഭവങ്ങളുടെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജന്റുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡി ഏതാണ്? തന്നിരിക്കുന്നത് GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, HCL, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ഇവ 3ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 4ആണ് ശരിയായിട്ടുള്ളത്. ഇവയെല്ലാം ശരിയാണ്. 17ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1 സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാണ്, അത് ശരിയാണ്. കൽക്കരിയും പെട്രോളും പുതുക്കാൻ സാധിക്കുന്ന വിഭവങ്ങളാണ്, അത് തെറ്റാണ്. ആഗോളതാപനം ഭൗമാന്തരീക്ഷത്തിലുള്ള താപവർധനയെ സൂചിപ്പിക്കുന്നു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 18ാമത് ചോദ്യം, 2019-20 ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക മേഖലയുടെ സംഭാവന എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി, 16.5%. 19ാമത് ചോദ്യം, 2020 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ആരാണ്? 2020 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2024 ഡാരോൺ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയത്. 20ാമത്തെ ചോദ്യം,
ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി എ ഗോപാലൻ. 21ാമത് ചോദ്യം, കേരളത്തിലെ തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? കേരളത്തിന്റെ തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. 22ാമത് ചോദ്യം, വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി ഓൺലൈൻ ക്ലാസുകൾ സംപ്രേക്ഷണം ചെയ്യുന്നത് ഏത് ചാനൽ വഴിയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിക്ടേഴ്സ് ചാനൽ. 23ാമത് ചോദ്യം, ഭരണഘടനയുടെ 352ാം വകുപ്പ് പ്രയോഗിക്കുന്നത്? ഭരണഘടനയുടെ 352ാം വകുപ്പ് പ്രയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. 24ാമത് ചോദ്യം, കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റി എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത് ആര്? കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റി എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കേരള കയർ കോർപ്പറേഷൻ. 25ാമത് ചോദ്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ PM മുബാറക് പാഷ. 26ാമത്തെ ചോദ്യം, സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശമാണ് ഏത്? സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 27ാമത് ചോദ്യം, ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. 28ാമത് ചോദ്യം, വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരം ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മലബാർ കർഷക സമരം. 29ാമത് ചോദ്യം, പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 127ാം ഭരണഘടനാ ഭേദഗതി. 30ാമത് ചോദ്യം, ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. 31ാമത് ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം BR ഗവായ്. 32ാമത് ചോദ്യം, ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ്? ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏത്? ഉത്തരം ഓപ്ഷൻ എ കർഷകോത്തമ. 33ാമത് ചോദ്യം, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പൊതുജനാരോഗ്യം. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. റെയിൽവേ, കമ്പി തപാൽ, ബാങ്കിംഗ് ഒക്കെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. 34ാമത് ചോദ്യം, അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. വൃക്കയിൽ പ്രവർത്തിച്ച ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നു. അൽഡോസ്റ്റിറോൺ ഹോർമോൺ ആണ് അത് അഡ്രിനലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അതും ശരിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നു. അത് അഡ്രിനൽ അല്ല. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 35ാമത്തെ ചോദ്യം, അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അപര്യാപ്തതാ രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അപര്യാപ്തതാ രോഗങ്ങൾ തിരഞ്ഞെടുക്കുക.
ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. ക്രിറ്റിനിസം മിക്സിഡിമ. 36ാമത് ചോദ്യം, നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് 2ഉം 3ഉം. 2ഉം 3ഉം. പൊതുജന പങ്കാളിത്തത്തോടെ ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുക. വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക. 37ാമത് ചോദ്യം, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ബാക്ടീരിയ. 38ാമത് ചോദ്യം, ആശാപ്രവർത്തകരുടെ യോഗ്യത. ഇതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആശാപ്രവർത്തകരുടെ യോഗ്യത. തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. തന്നിരിക്കുന്നത് +2 പാസ്സായിരിക്കണം. അതാണ് തെറ്റായിട്ടുള്ളത്. 8ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. അതേ പഞ്ചായത്തിലെ വ്യക്തി ആയിരിക്കണം, അത് ശരിയാണ്. ഒരു വനിത ആയിരിക്കണം, അതും ശരിയാണ്. 25 to 45 വയസ്സ് പ്രായപരിധിയിലുള്ള ആളായിരിക്കണം, അതും ശരിയാണ്. 39ാമത് ചോദ്യം, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണ അംഗീകാരം കിട്ടിയ കോവിഡ് വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഫൈസർ. 40ാമത് ചോദ്യം, രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് പുകവലി രക്തസമ്മർദ്ദം കൂട്ടും, അത് ശരിയാണ്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല, അതും ശരിയാണ്. ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് കൂടാൻ കാരണമാകില്ല, അത് തെറ്റാണ്. ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ സാധ്യത ഉണ്ട്. രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാം, അതും ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 41ാമത് ചോദ്യം, കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ശരിയായിട്ടുള്ളത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക, രോഗി സൗഹൃദ ആശുപത്രിയാക്കുക, മാതൃ ശിശു സേവനങ്ങൾ ലഭ്യമാക്കുക, അതും ശരിയാണ്. 42ാമത് ചോദ്യം, ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി കോൺവെക്സ്. 43ാമത് ചോദ്യം, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ എ അഡീഷൻ ബലം. 44ാമത് ചോദ്യം, 1000 കിലോഗ്രാം മാസുള്ള കാറും 2000 കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ ഉണ്ടായിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2000 കിലോഗ്രാം മാസുള്ള ബസ്സിനായിരിക്കും ആക്കം കൂടുതൽ. 45ാമത് ചോദ്യം, അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ഏത് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞയുടെ പേരാണ് HD 8601 എന്ന നക്ഷത്രത്തിന് നൽകിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വിഭ ചൗധരി. 46ാമത് ചോദ്യം, ഇന്ത്യയിൽ ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രോജക്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രോജക്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി തേനി. 47ാമത് ചോദ്യം, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോയിൽ നിയമം. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. 48ാമത് ചോദ്യം, ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ്? ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടോൺ. 49ാമത് ചോദ്യം,
അലുമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? അലുമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ലീച്ചിങ്. 50ാമത് ചോദ്യം, 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഇവരിൽ ആർക്കാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജെന്നിഫർ ഡൗഡ്ന. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചവർ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജബ്ബർ എന്നിവർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 51ാമത് ചോദ്യം, ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ, ശാസ്ത്രം. 52ാമത് ചോദ്യം, ടിപ്പുവിന്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി ഏതാണ്? ടിപ്പുവിന്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാഞ്ഞൂർ പള്ളി. 53ാമത് ചോദ്യം, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളിതിൽ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയ മിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാർ രാമവർമ്മയുടെ ഈ കാവ്യശകലം ഏത് കവിതയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അശ്വമേധം. 54ാമത് ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സ് 2020 തെറ്റായ പ്രസ്താവന ഏതാണ്? ടോക്കിയോ ഒളിമ്പിക്സ് 2020 തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണം നേടി, അത് ശരിയാണ്. ഭാരോദ്വഹനത്തിലെ 49 കിലോഗ്രാം വിഭാഗത്തിൽ മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി, അത് ശരിയാണ്. PV സിന്ധുവാണ് ബാഡ്മിന്റണിൽ വെള്ളി നേടി തുടർച്ചയായ 2 ഒളിമ്പിക്സിൽ മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം, അതാണ് തെറ്റായിട്ടുള്ളത്. ഡോക്ടർ ഫൈൻ സി ദത്തനാണ് ബാഡ്മിന്റൺ മത്സരം നിയന്ത്രിക്കുന്നതിന് ഒളിമ്പിക്സ് അമ്പയർ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യക്കാരനായ മലയാളി, അതും ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 55ാമത് ചോദ്യം, കോവിഡ് വാക്സിൻ 100% ജനങ്ങൾക്കും ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോവിഡ് വാക്സിൻ 100% ജനങ്ങൾക്കും ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഭുവനേശ്വർ. 56ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? ഗദ്ദിക വയനാട്, അത് ശരിയാണ്. അർജുന നൃത്തം കോട്ടയം, അതും ശരിയാണ്. കണ്യാർ കളി പാലക്കാട്, അതും ശരിയാണ്. മാർഗം കളി തിരുവനന്തപുരം, അതാണ് തെറ്റായിട്ടുള്ളത്. മാർഗം കളി പ്രധാനപ്പെട്ട നൃത്തകലാരൂപം കോട്ടയം ജില്ലയിലാണ്. 57ാമത് ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ എ, UA ഖാദർ. 58ാമത് ചോദ്യം, അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് വധിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജി സ്യൂട്ട്. 59ാമത് ചോദ്യം, ഒരു ഇൻ്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ, URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 60ാമത് ചോദ്യം, മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി, 12. 61ാമത് ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കഷെ. 62ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, വിൻഡോസ്. 63ാമത് ചോദ്യം, ഇന്ത്യൻ IT ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഇന്ത്യൻ IT ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, 66F.
64-ാമത്തെ ചോദ്യം 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ലോക്സഭാ സ്പീക്കർ. 65-ാമത്തെ ചോദ്യം ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയിൽ ഒന്നും ശരിയല്ല. 66-ാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് എതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? സ്ത്രീകൾക്ക് എതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, സംസ്ഥാന സർക്കാർ. 67-ാമത്തെ ചോദ്യം 2007 മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള നിയമമനുസരിച്ച് വകുപ്പ് 7 പ്രകാരം രൂപീകരിക്കേണ്ട ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? തന്നിരിക്കുന്നത് ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് ശരിയാണ്. ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷൻ സബ് ഡിവിഷൻ ഓഫീസർ കുറയാത്ത പദവിയിൽ ഉള്ള ഉദ്യോഗസ്ഥൻ ആയിരിക്കണം. മേൽപ്പറഞ്ഞ ഉത്തരം എയും ബിയും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 68-ാമത്തെ ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിൻ്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിൻ്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏത്? കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് ശരിയാണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഉള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കും. അതും ശരിയാണ്. മേൽപ്പറഞ്ഞ 3 ഉത്തരങ്ങളും ശരിയാണ്. ഓപ്ഷൻ ഡി. 69-ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കമ്മീഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നവർക്ക് കാലാവധി വ്യത്യാസമില്ലാതെ 70 വയസ്സ് വരെ ആ പദവി തുടരാവുന്നതാണ്. അത് തെറ്റാണ്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നതാണ് കമ്മീഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നവരുടെ കാലാവധി. നിലവിൽ കമ്മീഷന്റെ അധ്യക്ഷൻ 2021 നിയമിതനായ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. അത് തെറ്റാണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. 2024 നിയമിതനായത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മേൽപ്പറഞ്ഞ എയും ബിയും ശരിയല്ല. 70-ാമത്തെ ചോദ്യം ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമമനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമമനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്ന് ഉള്ളതിൽ ആൺ പെൺ വ്യത്യാസമില്ല. അത് ശരിയാണ്. പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് 16 വയസ്സിൽ താഴെയായിരിക്കണം. അത് തെറ്റാണ്. 18 വയസ്സിലാണ് താഴെയായിരിക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രസ്താവനകളിൽ 1 മാത്രമാണ് ശരിയായിട്ട് പറയുന്നത്. മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഉത്തരം മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. 71-ാമത്തേത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 72 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 73 ഓപ്ഷൻ എ ആണ് വരുന്നത്. 74-ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 75 ഓപ്ഷൻ സി ആണ്. 76 ഓപ്ഷൻ ഡി ആണ്. 77 ഓപ്ഷൻ ഡി ആണ്. 78 ഓപ്ഷൻ എ ആണ് വരുന്നത്. 79 ഓപ്ഷൻ സി ആണ് വരുന്നത്. 80 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 81-ാമത്തെ ചോദ്യം റീഡ് ദ ഫോളോയിങ് 4 പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് റീഅറേഞ്ച് ദം ടു മേക്ക് എ മീനിങ്ഫുൾ സെൻറ്റൻസ്. ദെൻ ഐഡൻറ്റിഫൈ വിച്ച് പാർട്ട് ഷുഡ് കം സെക്കൻഡ് ഇൻ ദ സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ
പാർട്സുകൾ 4 ഓപ്ഷൻസായി തന്നിട്ടുണ്ട്. അവയിൽ രണ്ടാമത്തെ സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ബി ഹ്യൂമൺ ഈസ് ടു എൻഗേജ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് ദ വേൾഡ് എന്നാണ് സെൻറ്റൻസ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 82ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ ഗിവൻ സെൻറ്റൻസ് വിച്ച് ഹാസ് എ ഗ്രാമാറ്റിക്കൽ ഇറർ ഇൻ ഇറ്റ്. തന്നിരിക്കുന്നത് ഐ വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ്, അത് ശരിയാണ്. സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ്, അതും ശരിയാണ്. ഹാവിങ് ദ ഷേഡോ ഓഫ് ദ അതേഴ്സ്, അതാണ് തെറ്റായിട്ടുള്ളത്. ബീയിങ് ദ ഷേഡോ ഓഫ് അതേഴ്സ് എന്ന് വരും. 83ാമത്തെ ചോദ്യം, ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ടൈം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇഫ് ഷീ ഹാഡ് എ സ്കൂട്ടർ. 84ാമത്തെ ചോദ്യം, ഇഷാൻ ആസ്ക്ഡ് ഹെർ വൈ ഡിഡിൻ യു ടെൽ മീ. ദിസ് സെൻറ്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇഷാൻ ആസ്ക്ഡ് ഹെർ വൈ ഷീ ഹാഡിൻറ്റ് ടോൾഡ് ഹിം. 85ാമത്തെ ചോദ്യം, ദ ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ദ പ്ലേയേഴ്സ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫെയിലിയർ. 86ാമത്തെ ചോദ്യം, ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, വിറുലൻ്റ്. ദ വിറുലൻ്റ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ പരൂക്ഷമായി, അതായത് പക തോന്നിക്കുന്ന ലുക്ക് എന്നൊക്കെ പറയും. 87ാമത്തെ ചോദ്യം, ഹിസ് ഡാഷ് വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദ ട്രെയിൻ അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അലിബി. 88ാമത്തെ ചോദ്യം, ഹി സാറ്റ് ദർ ഫോർ ഹവേഴ്സ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഓൺ എൻഡ്. 89ാമത്തെ ചോദ്യം, ഹർ ഹെൽത്ത് ഹാസ് ആൾവേസ് ബീൻ വെരി ഫ്രജൈൽ. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻ വേർഡ്. ഫ്രജൈലിൻ്റെ സിമിലർ വേർഡ് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫീബിൾ, വീക്ക് എന്നൊക്കെ പറയും. 90ാമത്തെ ചോദ്യം, ഹി ഡിഡിൻ തിങ്ക് ഓഫ് ദ അൺവെൽക്കംഡ് കോൺസിക്വൻസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ. ഐഡൻറ്റിഫൈ ദ സിംഗിൾ വേർഡ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ്. അൺവെൽക്കം കോൺസിക്വൻസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, റാമിഫിക്കേഷൻ. 91ാമത്തെ ചോദ്യം, പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എന്ത്? പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എ. 92ാമത്തെ ചോദ്യം, വിൺ അധികം തലം വിണ്ടലം. ഏത് സന്ധിയാണ് ഇവിടെ വന്നത്? ഉത്തരം ഓപ്ഷൻ സി, ആദേശസന്ധി. 93ാമത്തെ ചോദ്യം, ശരിയായ രൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മനുഷ്യത്വം. 94ാമത്തെ ചോദ്യം, അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, പരസ്യം. 95ാമത്തെ ചോദ്യം, അർത്ഥം എഴുതുക. അഹി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പാമ്പ്. 96ാമത്തെ ചോദ്യം, ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? ആനവാരി രാമൻ നായർ. ഉത്തരം ഓപ്ഷൻ എ, വൈക്കം മുഹമ്മദ് ബഷീർ. 97ാമത്തെ ചോദ്യം, ആശാ മേനോൻ ആരുടെ തൂലികാ നാമമാണ്? ആശാ മേനോൻ ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കെ ശ്രീകുമാർ. 98ാമത്തെ ചോദ്യം, എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, രണ്ടാമൂഴം. 99ാമത്തെ ചോദ്യം, ലയൺസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി ഏതാണ്? ലയൺസ് ഷെയർ. ഉത്തരം ഓപ്ഷൻ സി, സിംഹഭാഗം. 100ാമത്തെ ചോദ്യം, ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം എന്ത്? ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം. ഉത്തരം ഓപ്ഷൻ എ, കളത്രം. ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർക്കും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.